3 months നമ്മൾ ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ട് അത് You landed the landed the client. വളരെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. ബട്ട് വി മെയ്ഡ് ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ ക്ലയൻസിൻ്റെ, അപ്പം നമ്മൾ ക്ലയൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു $100,000 ഒക്കെ ആയിരിക്കും മണി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരുടെ ക്ലയൻസിൻ്റെ ആസറ്റ്സ് നമ്മുടെ ഇവിടെ ബിൽഡ് ചെയ്ത സിസ്റ്റത്തിൽ നമ്മൾ സഡൻലി ഒരു $75 million ഒക്കെ അക്കൗണ്ടാണ് വരുന്നത്. വെരി ഹൈ, അൾട്രാ ഹൈ നെറ്റ്വർത്ത് ക്ലയൻസിന്റെ വെൽത്ത് മാനേജ് അവരതിലാണ് ഫോക്കസ് ചെയ്തത്. അസാൻഡെ എന്ന ഓർഗനൈസേഷൻ പേര്. അപ്പോൾ അങ്ങനെ സോ ദാറ്റ്സ് വാട്ട് ഗോട്ട് എ സ്റ്റാർട്ട്. പിന്നെ അത് കഴിഞ്ഞ് 1-2 എന്റർപ്രൈസ് ക്ലയൻസിനെ കിട്ടി. പക്ഷേ വി റാൻ ഔട്ട് ഓഫ് മണി വെരി ക്വിക്ക്ലി. എന്നാലും കാരണം പക്ഷേ ഇപ്പോൾ നമുക്കൊരു സാലറി ഒക്കെ ഉണ്ട്. ബട്ട് റാൻ ഔട്ട് ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഉണ്ടായിരുന്നു. പക്ഷേ റവന്യൂ ഇതെല്ലാം ലാർജ് എന്റർപ്രൈസ് സിസ്റ്റംസ് ഒക്കെ, അപ്പം ഒരു $1 million ഒക്കെ റവന്യൂ ഉള്ള ക്ലയൻസ് വന്നിരുന്നു. ബട്ട് ഇറ്റ് ടേക്സ് 2 years ടു റിയലൈസ് ദാറ്റ്. ഈ ലാർജ് എന്റർപ്രൈസ് ഡീൽസിന്റെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇറ്റ് ടേക്സ് എ വൈൽ. യു മേ വിൻ എ ക്ലയൻറ്റ്, പക്ഷേ ദേ മേ നോട്ട് പേ, റൈറ്റ്? അപ്പോൾ ആ ലൈവ് ആക്കുന്നവരെ, അപ്പോൾ എസ്പെഷ്യലി ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഗ്യാപ്സ്. എന്റർപ്രൈസ് ലാർജ്, ഇപ്പോൾ ഒരു നാരോ പ്രോഡക്റ്റ് ആണെങ്കിൽ യു ക്യാൻ ബിൽഡ് ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ ഫിറ്റ്. കറക്റ്റ്. അതായത് മോസ്റ്റ് സാസ് പ്രോഡക്ട്സ് ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മളിപ്പോൾ അംബിഷ്യസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെൽത്ത് മാനേജ്മെന്റിനെ ഡോമിനേറ്റ് ചെയ്യാനൊരു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യു ഹാവ് ടു ബിൽഡ് എ ലോട്ട്. അപ്പോൾ അത്രയും ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ടേക്ക്. നമ്മളൊരു $5 million ഫണ്ടിങ്ങോടെയാണ് തുടങ്ങിയത്. അപ്പോൾ അത് പിന്നെ വി എക്സോസ്റ്റഡ് വെരി ക്വിക്ക്ലി. സോ വാട്ട് ഇസ് നെക്സ്റ്റ്? അപ്പോൾ ഒരുപാട് കട്ട്സ് ഒക്കെ അവിടെ ചെയ്യേണ്ടി വന്നു US. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കട്ട്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻഫാക്ട് ഒരു കുറച്ച് 3-4 months ഒക്കെ കയ്യിൽ നിന്ന് കാശിട്ട് ഓടിക്കേണ്ടി വന്നു. വീണ്ടും വെന്റ് ബാക്ക് ടു മൾട്ടിപ്പിൾ ജോബ്സ്. അത് ഇങ്ങനെ പാരലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒന്നും ചെയ്തില്ല. ഇവിടെ കട്ടൊന്നും ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും ഒരുപാട് പേര് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണ് ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ കോർ സിസ്റ്റംസ് ഒക്കെ ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. 5 million റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ടീം ബിൽഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡൂയിങ് റിയലി വെൽ. But doing okay. Doing well. Okay. But fund is drying out. അപ്പോൾ നമ്മൾ ഒരുപാട് RFPs ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് RFPs? റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽസ് എന്ന് പറയുന്നത് ലാർജ് എന്റർപ്രൈസസ് ഒക്കെ ബൈ ചെയ്യുന്നത്. ടിപ്പിക്കലി ദേ വിൽ ഫ്ലോട്ട് ആൻ RFP. അപ്പോൾ മൾട്ടിപ്പിൾ വെൻഡേഴ്സിന് യു ഹാവ് ടു ഗോ ത്രൂ എ വെറ്റിംഗ് പ്രോസസ്. ഓക്കെ. ആ വെറ്റിംഗ് പ്രോസസ്സാണ്. ആൻഡ് ഇവൻച്വലി ദേ വിൽ സെലക്ട് 1 or 2 or 3. എന്നിട്ട് ഫൈനൽ പ്രസൻറ്റേഷനിൽ നിന്ന് ദേ വിൽ പിക്ക് 1. ഓക്കെ. അപ്പം ലാർജ് നമ്മളെല്ലാം കമ്പീറ്റ് ചെയ്ത് $multi-million ഡീൽസാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു നോട്ട് ടു ഡു ഇറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദേ ഫോളോ എ വെരി ഡിസിപ്ലിൻ പ്രോസസ്. നമ്മൾ പല ഇങ്ങനെ കമ്പനീസ് ഞാൻ ഫോക്കസ് ചെയ്ത കൂടുതലും ലാർജ് എൻ്റർപ്രൈസസിലാണ്. വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലാർജ് കമ്പനീസ് ഉണ്ട്, പിന്നെ ഒരുപാട് സ്മോൾ മോം ആൻഡ് പോപ്പ് കമ്പനീസ് ഉണ്ട്. അപ്പം ഞാൻ കൂടുതലും ഈ എൻ്റർപ്രൈസ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തു. എൻ്റർപ്രൈസ് പറയുമ്പോൾ ഇൻ ദ റേഞ്ച് ഓഫ് റവന്യൂ പറയുകയാണെങ്കിൽ അവരുടെയൊക്കെ റവന്യൂ എന്ന് പറയുന്നത് ബില്യൺസ് അല്ല, $100 million, $200 million അങ്ങനെ $1 billion ആ റേഞ്ചിലുള്ള റവന്യൂ ഉള്ള കമ്പനീസ്. അവരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. അവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. ഈ മെർജിങ് എപ്പോൾ സംഭവിക്കുന്നത്? മെർജിങ് സംഭവിക്കുന്ന ഈ RFPയിൽ പലപ്പോഴും നമ്മൾ രണ്ട് ഫേംസ് കമ്പാരിറ്റേഴ്സാണ്, നമ്മൾ കമ്പീറ്റ് ചെയ്യാണ്. രണ്ടുപേരും വിൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ 1-2 സ്ഥലത്ത് അവർ വിൻ ചെയ്തു. ഇപ്പോൾ ഇൻവെസ്റ്റ്നെറ്റ് PMC എന്ന് പറയുന്ന ഒരു കമ്പനി, അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ജാഡ് ബർഗ്മാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വി ഗോട്ട് ടു നോ ഹിം. അപ്പോൾ നമ്മളും ഇവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും റണ്ണിങ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. പക്ഷേ ഒരു $5 million വരെ റവന്യൂ എത്തിച്ചു. പിന്നെ അങ്ങോട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇറ്റ്സ് ഹാർഡ്. അപ്പം വളരെ ഇൻവെസ്റ്റേഴ്സ് ആർ അൺഹാപ്പി. അങ്ങനെയൊക്കെ. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററേ ഉള്ളൂ. അവർ വി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് വി വർ ഡൂയിങ് ദ റൈറ്റ് തിങ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ പുള്ളിയായിട്ട് മീറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കോമ്പറ്റീറ്ററാണ്. അപ്പോൾ ഹി ഹാഡ് എ വെരി ഡിഫറെൻറ്റ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് ഇങ്ങനെ ടെക്നോളജി ബിൽഡ് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഒരു ചെറിയ ഓപ്പറേഷൻസ് ഇത്
വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ്സിൽ കുറച്ച് ഓപ്പറേഷൻസ് ഹെവിയാണ്. ഓക്കെ കുറച്ച് അതായത് നമ്മൾ പല സോഴ്സസ് നിന്ന് ഡേറ്റ എടുത്ത് റെക്കൺസൈൽ ചെയ്യണം. അതൊക്കെ കുറച്ച് ഓപ്പറേഷണൽ ഹെവി വർക്കാണ്. ഓക്കെ. അപ്പം അതിന് ഉള്ള ഒരു ടീമെല്ലാം നമ്മൾക്ക് നമ്മൾ വേണ്ട ടെക് ടീം അങ്ങനെ സ്ട്രോങ് ആയിരുന്നു. ടെക് ടീം റീസണബ്ലി സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഈ ഓപ്പറേഷൻസ് അപ്പോൾ ഈ കോമ്പിനേഷൻ വാസ് വർക്കിംഗ് ഔട്ട് വെൽ ഫോർ അസ്. അപ്പോൾ നമ്മൾ വളരെ ലോ കോസ്റ്റ് മോഡിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഓൾവേസ് ഐ ബിലീവ് ദാറ്റ് ഈസ് സംതിങ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓൾവേസ് ഐ ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കമ്പോണൻസും വളരെ ആർബിട്രാജ് ഭയങ്കര ഹൈ ആണ് അന്ന്. ഈ അപ്പോൾ വെൽത്ത് മാനേജ്മെന്റ് അങ്ങനെ ഒരു ഔട്ട്സോഴ്സിംഗേ ഇല്ല. ഓ യെസ്. ബാബുവിന്റെ ആ ഒരു ട്രിവാൻഡ്രം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും ഹെൽപ്പ് ഔട്ട് ചെയ്തു. അത് ഹെൽപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ അന്ന് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ തന്നെ ടീം ഇൻ US വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. അതായത് ഔട്ട്സോഴ്സ് ഇവിടുത്തെ ഒരു ടീമിനെ വെച്ച് നമുക്ക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാന്നുള്ളത് നമ്മുടെ തന്നെ ഫൗണ്ടിങ് ടീം മെമ്പേഴ്സ് റെസിസ്റ്റഡ് ദാറ്റ്. അപ്പോൾ അത് ഞാനിവിടെ വന്നൊരു ടീമിനെയൊക്കെ ഹയർ ചെയ്തിട്ട് ഒരു സൈലന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ കാണിക്കും. അപ്പോൾ അത് നമ്മളെ തന്നെ ടീമിനെ നമുക്കൊന്നും ഇംപ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അവിടെ യുഎസിലേക്കും ഇവിടെ കേരളം അവർക്ക് റിലേറ്റ് ചെയ്യാനേ പറ്റില്ല. ടെക്നോളജി നമ്മളാണ്, വേറെ ആരും അറിയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ല. ഈവൻ ദോ ടെക്നോളജിയും ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കമ്മിറ്റ്മെന്റ് ടു ബിൽഡ് സംതിങ് ഹിയർ അത് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയി അതെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ദ ബിഗർ ഗോൾ അപ്പോൾ അത് മറ്റേനെ സർപ്പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വി കീപ് ഗോയിങ്.